കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു രഞ്ജിതയുടെ കുടുംബവുമായി സംസാരിച്ചുവെന്ന് ആന്റണി എം.പി. ഗുജറാത്തിലെത്തുന്ന രഞ്ജിതയുടെ കുടുംബത്തിന് എല്ലാ സൗകര്യവും ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി അറിയിച്ചു. തിരിച്ചറിയാനാകും വിധമാണോ മൃതദേഹമെന്ന് അറിവായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, ഔദ്യോഗികമായുള്ള ചില വിശദീകരണങ്ങളിലേക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നത്. എന്തായാലും കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡുവാണ് രഞ്ജിതയുടെ കുടുംബവുമായി സംസാരിച്ചതായി അറിയാൻ കഴിയുന്നത്. ആന്റണി എം.പി. ഇത് വ്യക്തമാക്കുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് സംസാരിച്ചത്? രോഹിണി, കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു ഫോണിൽ രഞ്ജിതയുടെ കുടുംബവുമായി സംസാരിച്ചു എന്നുള്ളതാണ്. രഞ്ജിതയുടെ കുടുംബത്തിൽ വീട്ടിലെത്തി ബന്ധുക്കളുമായി സംസാരിച്ചതിന് ശേഷം ആന്റണി എം.പി. പറഞ്ഞത്. കേന്ദ്ര സർക്കാരിൻ്റെ അനുശോചനം കേന്ദ്രമന്ത്രി അറിയിച്ചിട്ടുണ്ട്. കൃത്യമായി തന്നെ എല്ലാ സഹായങ്ങളും കുടുംബത്തിന് ഉണ്ടാകുമെന്നും കുടുംബത്തിന് ഒപ്പമുണ്ടാകുമെന്നും കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നത് ഉണ്ട് എന്നും എല്ലാം കുടുംബത്തെ കേന്ദ്ര വ്യോമയാന മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഗുജറാത്തിലേക്ക് രഞ്ജിതയുടെ സഹോദരൻ ഇന്ന് പോവുകയാണ്. വൈകിട്ട് DNA പരിശോധന മറ്റ് നടപടിക്രമങ്ങൾക്കായിട്ട് പോവുകയാണ്. ബന്ധുവും ഒരു സഹോദരനും ഒപ്പം ഒരു ബന്ധുവും ഉണ്ടാകും. 2 പേരാണ് അഹമ്മദാബാദിലേക്ക് പോകുന്നത്. അഹമ്മദാബാദിൽ രഞ്ജിതയുടെ കുടുംബം എത്തുമ്പോൾ വേണ്ട എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രഞ്ജിതയുടെ സഹോദരനോട് ഫോണിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങൾ, മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ, മറ്റ് എല്ലാ സഹായങ്ങളും ഉണ്ടാകുമെന്ന് വ്യോമയാന മന്ത്രി രഞ്ജിതയുടെ സഹോദരനോട് ഫോണിൽ സംസാരിച്ചു. ഒപ്പം രഞ്ജിതയുടെ മാതാവുമായിട്ടും കേന്ദ്ര വ്യോമയാന മന്ത്രി ഫോണിൽ സംസാരിച്ചു എന്ന് ആന്റണി എം.പി. പറഞ്ഞു. ഫോണിൽ സംസാരിച്ച് അല്പസമയം സംസാരിക്കുകയും കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ആ വലിയ ദുഃഖം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് കൃത്യമായി തന്നെ കുടുംബത്തിന് ആശ്വാസ വാക്കുകൾ അദ്ദേഹം പകർന്നു എന്നുള്ളതാണ് ആന്റണി എം.പിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത്. രഞ്ജിതയുടെ അമ്മയ്ക്ക് ഭാഷാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രശ്നമുള്ളതുകൊണ്ട് ട്രാൻസ്ലേറ്ററെ കൃത്യമായി തർജിമ സഹായത്തോടു കൂടിയാണ് കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡുവുമായിട്ട് ഫോണിൽ സംസാരിക്കാനായത്. ഒപ്പം തന്നെ സഹോദരനായിട്ട് അല്പസമയം ഫോണിൽ സംസാരിച്ച് കുടുംബത്തിൻ്റെ ആശങ്കകൾ, മറ്റു കാര്യങ്ങൾ, ആ കുടുംബത്തിന് ആശ്വാസ വാക്കുകൾ എല്ലാം അദ്ദേഹം പകർന്നു എന്നും ആന്റണി എം.പി. പറഞ്ഞു. സർക്കാർ തലത്തിലുള്ള എല്ലാ സഹായങ്ങളുമായി കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ട് എന്ന് അറിയിച്ചു എന്നുള്ളതാണ് ആന്റണി എം.പിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ തലത്തിലുള്ള എല്ലാ ഏകോപന പ്രവർത്തനങ്ങൾ, മറ്റ് ഇടപെടലുകൾ, മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള മറ്റ് ക്രമീകരണങ്ങൾ, ഇക്കാര്യങ്ങളെല്ലാം വേഗത്തിലാക്കുമെന്നും ത്വരഗതിയിലാക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ആന്റണി എം.പിയുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ വിവിധ ആളുകളെല്ലാം വ്യക്തിത്വങ്ങളെല്ലാം ഇപ്പോൾ രഞ്ജിതയുടെ പുല്ലാട്ടിലെ വീട്ടിലേക്ക് എത്തി കുടുംബത്തെ ആശ്വസിപ്പിക്കുകയാണ്. ഇന്നലെയും ഇന്നുമായി ധാരാളം ആളുകൾ, പ്രമുഖ വ്യക്തിത്വങ്ങളെല്ലാം വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഇന്നലെ തന്നെ സംഭവം നടന്ന തൊട്ട് പിന്നാലെ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രഞ്ജിതയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു. അരമണിക്കൂറിലധികം കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു, കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിച്ചു. രഞ്ജിതയുടെ 2 കുട്ടികൾ, ഇന്ദുചൂടനും 3 ക്ലാസ്സിൽ പഠിക്കുന്ന ഇതികയും, 2 കുട്ടികളും ഇന്നലെ വളരെ വൈഷമ്യത്തിലായിരുന്ന ദുഃഖകരമായ സാഹചര്യത്തിൽ കൂടിയായിരുന്നു കടന്നു പോകുന്നത്. അവരെ 2 പേരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് സംഭവം അറിഞ്ഞ് തൊട്ട് പിന്നാലെ തന്നെ വീട്ടിലേക്ക് എത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടുംബത്തിന് ആശ്വാസ വാക്കുകൾ പകർന്നു. രഞ്ജിതയുടെ അമ്മയുമായും സഹോദരനുമായും ഒക്കെ സംസാരിച്ച ശേഷം എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ഉറപ്പു നൽകിയതിനു ശേഷമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്നലെ രാത്രി ഇവിടെ നിന്നും മടങ്ങിയത്. അതിന് അടുത്ത ദിവസമാണ്, മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഓരോ വ്യക്തിത്വങ്ങൾ, പ്രമുഖ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലെ ആളുകളെല്ലാം ആശ്വാസവാക്കുകളുമായി ഇവിടേക്ക് എത്തുന്നു. രാവിലെ മന്ത്രി വീണ ജോർജ് വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ചിരുന്നു. ദീർഘനേരം സന്ദർശിച്ചതിന് ശേഷം അവർ പറഞ്ഞത്, കളക്ടർ മുഖേന അവിടെ ഈ ദുരന്തവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്ന സ്പെഷ്യൽ ഓഫീസറെ നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും ഈ വീട്ടിൽ നിന്നും കുടുംബാംഗം, ബന്ധു, രഞ്ജിതയുടെ സഹോദരൻ അവിടേക്ക് പോകുമ്പോൾ ആവശ്യമായിട്ടുള്ള സഹായങ്ങളെല്ലാം കൃത്യമായി തന്നെ ക്രമീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി വീണ ജോർജും ഇവിടെ സന്ദർശനം നടത്തിയതിനു ശേഷം പ്രതികരിച്ചു. അതിന് തൊട്ട് പിന്നാലെയാണ് ആന്റണി എം.പി. വീട്ടിൽ സന്ദർശനം നടത്തിയത്. ആ സമയത്താണ് കേന്ദ്ര വ്യോമയാന മന്ത്രിയുമായിട്ട് ആശയവിനിമയം കുടുംബാംഗങ്ങൾക്ക് നടത്താൻ സാധിക്കുകയും അദ്ദേഹത്തിൻ്റെ കരുതൽ, അദ്ദേഹത്തിൻ്റെ ആശ്വാസ വാക്കുകൾക്ക് കുടുംബത്തിന് ലഭിക്കുകയും ചെയ്തത്. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് രഞ്ജിതയുടെ ഇളയ സഹോദരൻ
അഹമ്മദാബാദിലേക്ക് പോകുന്നത്. കൂട്ടത്തിൽ ഒരു ബന്ധുവും ഉണ്ടാകും. രണ്ടുപേരും അവിടെ എത്തും. 72 മണിക്കൂറോളം സമയം വേണം DNA പരിശോധനാ ഫലം ലഭിക്കാൻ. സഹോദരൻ്റെ DNA സാമ്പിൾ ശേഖരിച്ചതിന് ശേഷം രഞ്ജിതയുടെ മൃതദേഹത്തിൽ നിന്നുള്ള DNA സാമ്പിളുമായി പരിശോധിച്ച് 72 മണിക്കൂറിന് ശേഷം പരിശോധനാ ഫലം ലഭിച്ചതിന് ശേഷം കൃത്യമായി തന്നെ ത്വരഗതിയിൽ തന്നെ മൃതദേഹം വീട്ടിലെത്തിക്കുന്നതിനും മറ്റു നടപടിക്രമങ്ങൾക്കുമെല്ലാം ത്വരഗതിയിൽ തന്നെ നടപ്പാക്കുമെന്നാണ് എല്ലാ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ നിന്നെത്തിയിരിക്കുന്ന ആളുകളെല്ലാം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇപ്പോഴും നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ രഞ്ജിതയുടെ വീട്ടിലേക്ക് എത്തുന്നു. അതിലെ ഏറ്റവും ഹൃദയഭേദകമായ കാര്യം ഈ രഞ്ജിതയുടെ വീട്ടിലുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഇന്ദുചൂടനെയും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇതികയും മകളെയും ആ പ്രായമായ അമ്മയും ഒക്കെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്നുള്ളതാണ്. നിസ്സഹായരാണ് ഇവിടെ എത്തുന്ന എല്ലാവരും. കണ്ണീരണിഞ്ഞാണ് ഈ വീട് ഇപ്പോഴുള്ളത്. പണി തീരാത്ത രഞ്ജിതയുടെ ആ സ്വപ്ന സാഫല്യമായിട്ടുള്ള ആ വീടിന് മുന്നിൽ എത്തുമ്പോൾ എല്ലാവരും വിതുമ്പുകയാണ്. നാട് ഒന്നടങ്കം കണ്ണീരോടെയാണ് ഈ മണിക്കൂറുകൾ കടന്നു പോകുന്നത്. ഇന്നലെ രാവും ഇന്ന് ഈ പകലും എല്ലാം തീർത്തും ദുഃഖാർദ്രമായിട്ടുള്ള അന്തരീക്ഷത്തിൽ കൂടിയാണ് ഈ നാട് മുന്നോട്ട് പോകുന്നത്. രോഹിണി.